ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വയ സൈജു. ഞാൻ BSc അഗ്രികൾച്ചർ തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്ന കൃഷി സംബന്ധമായ കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. കൃഷി രീതിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നു. പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാം മരുന്നടിച്ച് വരുന്ന പച്ചക്കറികളും ഫലങ്ങളുമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിലൊരു ഹോം ഗാർഡനോ കിച്ചൺ ഗാർഡനോ ഒക്കെ തുടങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ നട്ട് വളർത്തുന്നുണ്ടായിരിക്കും അല്ലേ. ഇതൊക്കെ കെമിക്കൽസ് ഇല്ലാതെ ജൈവ രീതിയിലൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്കും താല്പര്യം. എന്നാൽ എല്ലാവരും മനസ്സിലുള്ള സംശയമായിരിക്കും, ഈ രാസവളമൊന്നും ഇടാതെ എങ്ങനെ കൂടുതൽ കായ്ഫലം കിട്ടും, ഇങ്ങനെ കൂടുതൽ നമുക്ക് പച്ചക്കറി എല്ലാം കിട്ടും, അസുഖം വന്നു പോവാം. എല്ലാത്തിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. അതായത് നമ്മുടെ RCMലെ ഹരിത സഞ്ജീവനി എന്ന് പറയുന്നൊരു ബ്രാൻഡ്, അത് ജോയിൻ്റ് ഓർഗാനിക് മൂവ്മെൻറ്റ് എന്ന മോട്ടോ കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിലൊരു പ്രൊഡക്റ്റാണ് ഹരിത സഞ്ജീവനി കിറ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുന്നേക്കാൾ മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ഇൻഫർമേഷൻ പറയാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കാരണം ഏതൊരു ചെടി വളരാൻ സഹായിക്കുന്നതും അതിന് കൂടുതൽ ഫലം കിട്ടാൻ സഹായിക്കുന്നതുമായിട്ടുള്ളത് അതിൻ്റെ മണ്ണ് തന്നെയാണ്. ഏത് മണ്ണിൽ വളരുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ മണ്ണ് എത്രത്തോളം ഫലഭൂയിഷ്ഠമാണ്, എത്രത്തോളം അതിനുള്ളിൽ ഓക്സിജൻ ചെല്ലുന്നുണ്ട് എന്നതിലാണ് ഒരു ചെടിയുടെ വളർച്ച ഇരിക്കുന്നത്. ആ ചെടിയുടെ റൂട്ടുകൾ എത്രത്തോളം മണ്ണിലേക്ക് നന്നായി താഴ്ന്നു പോകുന്നു, അത്രത്തോളം അതിന് നന്നായി ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നു, നല്ലോണം വെള്ളം കിട്ടുന്നു എങ്കിലാണ് ഒരു ചെടി ഏറ്റവും കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുക. ഐഡിയ വെച്ചിട്ട് വേണം നമ്മളെല്ലാവരും കൃഷി മുന്നോട്ട് പോകാൻ. കാരണം എപ്പോഴും നിങ്ങൾ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഏതൊരു ക്രോപ്പും അതിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ. ഇതാണ് ഇന്നത്തെ ജസ്റ്റ് ഒരു ടിപ്പ് ഓഫ് ദ ഡേ. ചെടി വളരണമെങ്കിൽ എന്തായാലും നമുക്ക് NPK ഫെർട്ടിലൈസേഴ്സ് കൊടുത്തിരിക്കണം അല്ലേ. യൂറിയ ആയാലും പൊട്ടാസ് ആയാലും ഫോസ്ഫറസ് ആയാലും. അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് എങ്ങനെ RCMലെ ഹരിത സഞ്ജീവനി ഓർഗാനിക് രീതിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു കൃഷി മുന്നോട്ട് പോകാം എന്നാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ മുന്നേ നമുക്ക് ഒരു ചെടിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇത് മൂന്നും ഇല്ലാതെ ഒരു ചെടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ നമുക്ക് വരുന്ന ന്യൂട്രിയൻസാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. കൂടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന കാൽഷ്യം, മഗ്നീഷ്യം, മാംഗനീസ്, ബോറോൺ, സൾഫർ, ഇവരൊക്കെ ചെറിയ തോതിൽ അളവ് വേണ്ടെങ്കിലും ഇവരൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇവരുടെ ഓരോ അസുഖങ്ങൾക്കായാലും ചെടിയുടെ വളർച്ചയ്ക്കായാലും. അപ്പം ഇതെല്ലാം ഒരു ചെടിക്ക് ഏറ്റവും അത്യാവശ്യമായ ന്യൂട്രിയൻസ് ആണ്. ഇതില്ലാതെ ഒരു ചെടിയും ആരോഗ്യവാനായി വളരില്ല. അപ്പം നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കടക്കാം. ഹരിത സഞ്ജീവനി കിറ്റ് എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത്. ഇതിൽ 4 സ്റ്റേജസാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയണത് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണാണ് ഒരു ചെടിയുടെ ഈൽഡ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ മണ്ണിനെ നമ്മൾ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കാൻ ഇടുന്ന ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഹരിത സഞ്ജീവനി സ്റ്റേജ് 1 എന്ന് പറയുന്നത്. അതൊരു പൊടിയാണ് കേട്ടോ, ഒരു കുഞ്ഞ് പാക്കറ്റാണ്, അതിൽ കുറച്ച് പൊടിയാണുള്ളത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ചെടി നട്ട് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണ്ണ് നനവുള്ളതായിരിക്കണം, മോയ്സ്ചർ ഉണ്ടാവണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ മണ്ണ് നനച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിത സഞ്ജീവനി സ്റ്റേജ് 2 ആണ്. ഇനിയുള്ള സ്റ്റേജ്, അതായത് സ്റ്റേജ് 2 തൊട്ട് 4 വരെയുള്ളത് എല്ലാം സ്പ്രേ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. മണ്ണ് മാത്രമാണ് നമ്മൾ മണ്ണിലേക്ക് ഡയറക്റ്റ് മണ്ണ് മിക്സ് ചെയ്ത് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് വരുന്നത് 1 ഏക്കറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഗ്രാം പൗഡർ എന്ന രീതിയിലാണ് നമ്മൾ കലക്കണമെങ്കിൽ. എന്നാലാണ് ഇത് കട്ട കൂടാതെ നല്ല രീതിയിൽ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് കിട്ടുകയുള്ളൂ.
അപ്പോൾ 1 ലിറ്ററിലേക്ക് 1 ഗ്രാം എന്ന പോലെ, അപ്പോൾ 100 ലിറ്റർ വെള്ളമാണെങ്കിൽ 100 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ഗ്രാം പൗഡർ, അത് 1 ലിറ്ററായിട്ട് കലക്കി നല്ല രീതിയിൽ വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം, കുറച്ചായിട്ട്. എന്നിട്ട് നമ്മളതൊരു സ്പ്രേയറിലേക്ക് ഒഴിച്ചിട്ട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാണ് വേണ്ടത്. ഇത് നമ്മുടെ ചെടിയിൽ ഇലകൾ, തണ്ട് എല്ലാത്തിലും സ്പ്രേ ചെയ്യണം, എന്നാലാണ് നല്ല എഫക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇലകളിലും ഇതിലൊക്കെ മഴ പെയ്യുമ്പോൾ ഒഴുകി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു പ്രൊഡക്റ്റിൻ്റെ സ്പ്രേ മാക്സ് 85 എന്ന് പറഞ്ഞു, അത് ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. കാരണം അത് ഇലകളിലേക്ക് കൂടുതൽ ഇതിനെ പറ്റി പിടിച്ചിരിക്കാനും മഴവെള്ളം കാരണം നഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതയും കൂട്ടിത്തരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സ്പ്രേ മാക്സ് 85 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കൂടെ ഇതിനെ അടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുക കേട്ടോ. അതെന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 മില്ലി ഒഴിച്ചാൽ മതി, എന്നിട്ട് വേണത് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പം ഇത് പറയണത് ഒരു 15 ഡേയ്സ്, അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് 1 അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ സ്പ്രേ കൊടുക്കേണ്ടത്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് അതൊരു 2 തവണയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, 15 ദിവസത്തിൻ്റെ ഇൻ്റർവെൽ വെച്ചിട്ട് കേട്ടോ. ഇത് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ സ്റ്റേജ് 3 ആണ്, ഹരിതസഞ്ജീവനി സ്റ്റേജ് 3. ഇതും സ്പ്രേ തന്നെ, അതൊരു ഏക്കറിന് 150 ഗ്രാം എന്ന രീതിയിലാണ് വരുന്നത്. ഇതും 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ml കലക്കി അങ്ങനെ വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ 150 ml ആണെങ്കിൽ 150 ലിറ്ററിൽ വേണം അത് കലക്കണമെങ്കിൽ. അത് നമ്മുടെ വീണ്ടും സ്ഥലം അനുസരിച്ച് വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട്. ഇതും സ്പ്രേ മാക്സിൻ്റെ കൂടെ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം, എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ അതും സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫീമെയിൽ ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടുക, അതാണ് ഇതിൻ്റെ ഗുണം. അതായത് കൂടുതൽ ഫ്ലവർ സെറ്റിംഗ് ഫീമെയിൽസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ആണ് കൂടുന്നത്. അത്രയും ഈൽഡ് കൂട്ടുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്ന ഈ സംഭവമാണ്. അപ്പോൾ ഇത് സ്റ്റേജ് 2 അപ്ലൈ ചെയ്തതിന് ഒരു 15 ഡേയ്സ് ഇൻ്റർവെല്ലാണ് സ്റ്റേജ് 3 നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് സ്റ്റേജ് 4 ആണ്, അതൊരു 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഫോർ 1 ഏക്കർ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്ന രീതിയിൽ കലക്കിയിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റും പതിരുകളുടെ എണ്ണം കുറഞ്ഞ് ഡ്രോപ്പിംഗ് ടെൻഡൻസി ഉണ്ടാവും, അതായത് പൊഴിഞ്ഞു വീഴുന്ന ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജ് 4 എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ വെയിൽ ഉണ്ടാവാൻ പാടില്ല സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പോൾ ചെയ്യേണ്ടത് രാവിലെ 9 മണിക്ക് മുന്നും വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്രേ മാക്സ് കൂടെ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, ഈ സ്റ്റേജ് 2, 3, 4 എല്ലാം സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യും. അപ്പം ഇത് ബോർഡോ മിക്സ്ചറോ വേറെ ആൽക്കലൈൻ ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഓർഗാനിക് ഹരിതസഞ്ജീവനി പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും. ഓർഗാനിക് കെമിക്കലിലൂടെ മിക്സ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. പിന്നെ പറഞ്ഞ പോലെ മണ്ണ് നനവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നനയ്ക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇല്ലെങ്കിൽ നമ്മുടെ ഇഫക്റ്റ് കുറയും. ഇനി ഇത് നമ്മൾ നെല്ല് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നട്ടതിന് 30 ദിവസത്തിനുള്ളിൽ സ്റ്റേജ് 1 അപ്ലൈ ചെയ്തു മണ്ണിൽ മിക്സ് ചെയ്തിട്ട്, അതിനുശേഷം 40 തൊട്ട് 45 ദിവസത്തിന് ശേഷമാണ് സ്റ്റേജ് 2 അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റേജ് 2 എന്നാണ് അപ്ലൈ ചെയ്തത് അതിൻ്റെ 15 ദിവസത്തെ ഇൻ്റർവെല്ലാണ് സ്റ്റേജ് 3 അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റേജ് 3യുടെ നെക്സ്റ്റ് 15 ഡേയ്സ് ഇൻ്റർവെല്ലാണ് സ്റ്റേജ് 4 അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, രാവിലെയും രാത്രിയും വെയിലില്ലാത്ത സമയത്താണ് നെല്ലിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഫെർട്ടിലൈസേഴ്സ് ഇടുന്ന സമയത്താവരുത്. പിന്നെ നമ്മൾ സാധാരണ തക്കാളി അല്ലെങ്കിൽ എന്ത് തരം പച്ചക്കറികളാണെങ്കിലും അതിൽ നമ്മൾ നട്ട് 25-30 ദിവസത്തിനുള്ളിലാണ് സ്റ്റേജ് 2 അപ്ലൈ കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം 15 ദിവസം ഇൻ്റർവെല്ലിനാണ് സ്റ്റേജ് 3യും 4ഉം കൊടുക്കേണ്ടത്. പിന്നെ ഇലത്തരങ്ങളിലേക്കാണെങ്കിൽ അത് 15 ദിവസം ശേഷമാണ് സെക്കൻഡ് സ്റ്റേജ് കൊടുക്കേണ്ടത്. പിന്നെ 7 ദിവസത്തിന് ശേഷം മൂന്നാമത്തെ സ്റ്റേജും, അതിന്
ഇനി നമ്മുടെ മാംഗോ, കോക്കനട്ട്, അരക്കനട്ട്, സപ്പോട്ട അങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇവയ്ക്കെല്ലാം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഫ്ലവറിങ്ങിന് മുന്നും പിന്നെ എല്ലാം 20 ദിവസത്തിന് ഇൻ്റർവെല്ലിന് ശേഷമാണ് സ്റ്റേജ് 3യും 4ഉം അപ്ലൈ ചെയ്യുന്നത്. ഈ സ്പ്രേ ഇത്രയും വലിയ ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു റൂട്ട് എടുത്തിട്ട് ഈ 3 സ്പ്രേകളെല്ലാം മിക്സ് ചെയ്ത ഒരു കുപ്പിയിലോ കണ്ടെയ്നറിലോ ഈ റൂട്ട് മുക്കി വയ്ക്കുക. 1 ഡേ ഓവർനൈറ്റ് നമ്മൾ വെച്ചതിന് ശേഷം ഈ റൂട്ടെല്ലാം എന്തായാലും ഇതിലെ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അങ്ങനെയാണ് നമുക്ക് ഈ വലിയ മരങ്ങൾക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റുക. വാഴയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ നട്ടതിന് ഒരു 35 ദിവസത്തിന് മേലെ, അത് 40 ദിവസത്തിനാകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് സ്പ്രേ ചെയ്യേണ്ടത്. പിന്നെ സ്റ്റേജ് 3 പറഞ്ഞ ഒരു 30 ഡേയ്സ് ഇൻ്റർവെല്ലാണ് നമ്മൾ ബനാനയിൽ സ്റ്റേജ് 3 കൊടുക്കേണ്ടത്. പിന്നെ ഒരു 30 ഡേയ്സ് ഇൻ്റർവെല്ലാണ് സ്റ്റേജ് 4 കൊടുക്കേണ്ടത്. അപ്പം ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഹരിതസഞ്ജീവനി കിറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ഡേ നേരുന്നു. വേറൊരു പ്രൊഡക്റ്റുമായിട്ട് ഞാൻ വേറൊരു ഡേ വരാം. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ ബൈ.